നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. ചേട്ടാ, അല്ലു അർജുൻ അതെ, അറസ്റ്റിലായിരുന്നു. നമ്മുടെ പ്രധാന വിഷയം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങളോട് ഒന്ന് പറയേണ്ടതുണ്ട്. അതൊന്ന് പരാമർശിക്കാതിരിക്കാൻ കഴിയില്ല. അല്ലു അർജുൻ ചായക്കട സംസാരങ്ങളിലെല്ലാം വരണം എന്നാണ്. അല്ല പറഞ്ഞതാണ്. അപ്പോൾ അല്ലു അർജുൻ ഏറ്റവും വലിയ എന്താണ് ഒരു പാൻ ഇന്ത്യൻ നടനാണ് അദ്ദേഹം. ശരിക്കും അദ്ദേഹം തെലുങ്കാന മാത്രമല്ല, അദ്ദേഹം എല്ലാ ഭാഷകളിലും അദ്ദേഹത്തിന് എല്ലാ സംസ്ഥാനങ്ങളിലും കേരളത്തിലൊക്കെ വൻ ആരാധകരുള്ളതാണ്. ഏറ്റവും കൂടുതൽ മല്ലു അർജുൻ എന്നാണ് അദ്ദേഹത്തിന്റെ നാട്ടിൽ അദ്ദേഹത്തെ വിളിക്കുന്നതാണ്. അത്രയാണ്. കാരണം അദ്ദേഹത്തിന്റെ പടങ്ങളൊക്കെ ഇറങ്ങിയാൽ അദ്ദേഹത്തിന്റെ ഏതോ ഒരു ചിത്രം അവിടെ ഫ്ലോപ്പായപ്പോൾ കേരളത്തിൽ സൂപ്പർ ഹിറ്റ് ആയിരുന്നാണ്. അതെ, പല സിനിമകളിലും അല്ലു അർജുന് സത്യത്തിൽ കേരളത്തിനോട് ഭയങ്കര അടുപ്പമുള്ള ആളാണ്. ഇപ്രാവശ്യം പുഷ്പ 2-ൽ കേരള ഫാൻസിന് വേണ്ടി മാത്രമായി പാട്ടിന്റെ ആദ്യത്തെ 4 വരികൾ മലയാളത്തിലാണ്. പലതാണ്. അത് എന്തിനാണ് അറസ്റ്റ് ചെയ്തത് എന്നത് അതായത് പുഷ്പ 2-ന്റെ റിലീസിന്റെ ആദ്യ ഷോയുടെ സമയത്ത് ഹൈദരാബാദിൽ വെച്ച് നമ്മൾ അത് സംസാരിച്ചിരുന്നു ഫോക്കസ് ഔട്ടിൽ. അതിൽ ഒരു കുടുംബത്തിനാകപ്പാടെ പ്രതിസന്ധികളുണ്ട്. അവിടെ തിക്കും തിരക്കിലും പെട്ടൊരു സ്ത്രീ മരിച്ചിരുന്നു. ആ സ്ത്രീയുടെ കുട്ടിക്കും ദേഹാസ്വാസ്ഥ്യങ്ങളുണ്ടായിരുന്നു, ഭർത്താവിനും പരിക്കേറ്റിരുന്നു. ഈ സ്ത്രീയുടെ മരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ കേസിലാണ് അല്ലു അർജുൻ അറസ്റ്റിലാവുന്നത്. തിയേറ്റർ ഉടമകൾ അറസ്റ്റിലായിട്ടുണ്ട്. അദ്ദേഹം തിയേറ്ററിലേക്ക് അല്ലു അർജുൻ കുടുംബമായിട്ട് വരുന്നുണ്ടായിരുന്നു. അതിൽ അത് സ്വീകരിക്കാൻ വരുന്നു എന്നുള്ള അവസാന നിമിഷങ്ങളാണ് പോലീസിനെ അറിയിച്ചത്. എങ്ങനെയുള്ള ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞിട്ടാണ് പോലീസ് ഇപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നത്. ഇന്നലെ തന്നെ അദ്ദേഹത്തിന് അറസ്റ്റ് വാറന്റ് വന്നപ്പോൾ ഹൈദരാബാദ് കോടതിയുടെ ഇദ്ദേഹം സമീപിച്ചിരുന്നെങ്കിലും കോടതി അതിൽ വിധി വരുന്നതിന് മുന്നേ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അദ്ദേഹം പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് വന്നു അറസ്റ്റ് ചെയ്തു. കോടതി എന്തായാലും അദ്ദേഹത്തെ ഇന്ന് തന്നെ വിടും. അവിടെ ജയിലിൽ പിടിച്ചിടുന്ന പരിപാടികളൊന്നും തന്നെ ഇൻവോൾവ് ചെയ്ത ഒരു കാര്യമല്ല ഇത്. അദ്ദേഹത്തിന്റെ ബോഡി ഗാർഡ്സ് ഒക്കെ എന്തോ ജനങ്ങളെ പിടിച്ചെള്ളി എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെങ്കിലും അത് കൂടുതൽ അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇതിന്റെ സത്യാവസ്ഥ വരികയുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം. ഇതിന് ഡെവലപ്മെന്റ്സ് ഒക്കെ വരുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ അതിദാരുണമായ മറ്റൊരു അപകടം. നമുക്ക് സത്യം പറഞ്ഞാൽ ഞാൻ രാവിലെ നമ്മൾ എണീറ്റ് നമ്മൾ TV നോക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന ഇതാണ് ഭയങ്കര സങ്കടം. കാരണം എനിക്കൊരു മോളുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ പെൺമക്കൾ അല്ല മക്കളെല്ലാം തന്നെ നമ്മുടെ കുട്ടികൾ എവിടെയെങ്കിലും പോയിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ നമുക്ക് നമ്മൾ സമാധാനം പോവില്ലേ? പാലക്കാട് കുട്ടികൾ 4 പേരാണ്. ഇന്നലെ നമ്മളത് ചർച്ച ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ നമ്മൾ റെക്കോർഡ് ചെയ്തതിന് ശേഷം ഏതാണ്ട് 1-2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അത് വാർത്തകൾ വരുന്നത്. പാലക്കാട് അതിദാരുണമായി സ്കൂൾ വിദ്യാർത്ഥികൾ അത് സ്കൂൾ ബസ്സിലേക്ക് ലോറി ഇടിച്ച് കയറി മരണപ്പെട്ടു. കുട്ടികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനേ കഴിയുള്ളൂ. കാരണം നമ്മുടെ നാട്ടിലെ ഈ റോഡുകളുടെ ഒക്കെ അതിന് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കാല്ലോ. നമ്മൾ കുറച്ചു മുൻപേ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഒരു പൊന്നാനിയിൽ കാറ് പാഞ്ഞു കയറി. എന്തായാലും ഭാഗ്യത്തിന് ആ കുട്ടിക്ക് നിസ്സാര പരിക്കേ ഉള്ളൂ എന്ന് പറയുന്നു. പേടിക്കാനൊന്നും ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല ഇന്നലെ തിരുവല്ലയില മറ്റോ ഉള്ള ഒരു കുടുംബം കോയമ്പത്തൂർ വെച്ചൊരു വാഹനം അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. അശ്രദ്ധമായ ഡ്രൈവിങ്ങിനൊക്കെ ഉപരിയായി അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം അത് തന്നെയാണ്. പിന്നെ റോഡുകൾക്ക് കാലക്രമേണ അതിന് പഴക്കം വരുന്ന അനുസരിച്ച് വരുന്ന ഗട്ടറുകൾ അതൊന്നും പരിഹരിക്കാതെ നമ്മുടെ നാട്ടിലാണെന്ന് തോന്നിയത് വളവുകൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്. അതായത് പണ്ട് കാലത്ത് അവിടെ വല്ലോ മലയോ കുന്നോ ഒക്കെ ആയിരുന്ന സമയത്തായിരിക്കും വളവ് ഉണ്ടാക്കിയിരുന്നത്. ഇപ്പൊ അവിടെ ഭൂമി ഏറ്റെടുത്ത് ആ വളവ് നിവർത്തി നേരെയാക്കാൻ പറ്റിയാൽ ജഗത് ശ്രീമാൻ അപകടം ഉണ്ടായ മലപ്പുറത്ത് പാണമ്പ്ര ആ വളവ് ഇപ്പൊ അതില്ലാന്നാണ് പറഞ്ഞത്. റോഡ് അങ്ങോട്ട് മാറ്റി ചെയ്യാൻ. അതായത് ഈ വളവുകൾ ഇങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് റോഡുകൾ പണിതുകൊണ്ടേയിരിക്കുന്നത്. ഒന്നെങ്കിൽ സ്ഥലം ഏറ്റെടുത്ത് മാക്സിമം നിവർത്തിയെടുക്കുക എന്നുള്ളതൊന്നും നമ്മുടെ കാര്യത്തിലേക്ക് വരും. എന്തായാലും നമുക്ക് പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. മെക്സ് 7 ഈ പേര് ഞാൻ ആദ്യം കേൾക്കുമ്പോൾ എന്നെ സംബന്ധിച്ചൊരു പുതിയ വാർത്ത കേട്ടിട്ടില്ലായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വരുമ്പോഴാണ് എന്താണെന്ന് മനസ്സിലാക്കുന്നത്. നമുക്കത് കേട്ടിട്ടില്ല. മെക്സ് 7 അതായത് മെക്സ് 7 എന്ന് പറയുന്നത് ഒരു 21ഓളം വരുന്ന പരിശീലനം എക്സസൈസ് ആണ്. അടിസ്ഥാനപരമായ വ്യായാമമാണ്. ഓരോ യോഗയുണ്ട്, പലതരത്തിലുള്ള ശ്വാസക്രിയകളുണ്ട്, എയറോബിക്സ് പോലെയുള്ള മെഡിറ്റേഷൻ ഉണ്ട്, പിന്നെ ഫേസ് യോഗ, അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എക്സസൈസുകളിൽ എല്ലാത്തിൽ നിന്നും ഓരോന്ന് വീതം ചെയ്യുന്ന 21 തരത്തിലുള്ള വർക്കൗട്ട് മലബാറിൽ ഒരു കൂട്ടായ്മയായിട്ട് ആരംഭിച്ച പ്രസ്ഥാനം 2012 ആണ്. 2-3 വർഷങ്ങളായി. സലാഹുദ്ദീൻ എന്ന പേരുള്ള ഒരു മുൻ സൈനികൻ ആണ് അദ്ദേഹമാണ്. അദ്ദേഹം സൈന്യത്തിൽ നിന്ന് ലഭിച്ച പരിശീലനമൊക്കെ അദ്ദേഹം നാട്ടുകാർക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നാണ് പക്ഷേ പറയപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ അതിന്റെ പേരിൽ രാഷ്ട്രീയ സ്വഭാവം വന്നിരിക്കുന്നു, ഒരു ഭീകരവാദ സ്വഭാവം വന്നിരിക്കുന്നു. നമ്മൾ സാധാരണഗതിയിൽ എപ്പോഴും പറയുന്നുണ്ട് കലകളൊക്കെയാണ് ഉപയോഗിച്ചിട്ടാണ് ഈ രാഷ്ട്രീയം പടർത്താൻ. KPSC നാടകമാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർന്നതിൽ KPSCക്ക് വലിയ പങ്കുണ്ട്. പിന്നെ സാംബശിവന്റെ കഥാപ്രസംഗത്തിന് ഒരു വലിയ റോളുണ്ട്. സത്യമാണ്. അപ്പം സത്യത്തില്ലേ നമ്മുടെ നാട്ടില് സാംബശിവൻ CPM സ്ഥാനാർത്ഥി ആയിട്ടുണ്ട് കേട്ടോ, മത്സരിച്ചിട്ടുണ്ട്. 70-ലാണെന്ന് തോന്നുന്നു ബേബിയോണെതിരെ അദ്ദേഹം ചവറ മത്സരിച്ചിട്ടുണ്ട്. CPM അദ്ദേഹം പാർട്ടിക്കാരനായിരുന്നു. നമുക്കറിയാം കഥാപ്രസംഗത്തിൽ അദ്ദേഹം കല പരമാവധി അദ്ദേഹം പാർട്ടിയെക്കുറിച്ചൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അതുപോലെ കലയിലാണ് പലപ്പോഴും ഇത് സംഭവിക്കാറുള്ളത്. കലയിലും മാത്രമല്ല ഈ മെക്സ് 7 എന്ന് പറയുമ്പോൾ ഇത് കൂടുതലും ശാരീരിക എക്സർസൈസുകളാണ്. ഇതിൽ നമുക്കൊരു പ്രത്യേകതയുള്ളത് ഇതിന് ഫീസ് കൊടുക്കണ്ട എന്നാണ് പറയുന്നത്.
ഈ X7 എന്ത് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്, പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ രാഷ്ട്രീയ വിഭാഗമായിട്ടുള്ള SDPI ഇപ്പോഴും പ്രവർത്തനത്തിലുണ്ട്. പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് ഭീകരവാദ പ്രവർത്തനങ്ങൾ, അതിന്റെ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കേസുകൾ വരികയും പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുകയും ചെയ്തു. പക്ഷെ അപ്പോഴും സംഘടന മാത്രമാണ് നിരോധിക്കപ്പെട്ടുള്ളത്. അതേ ആശയതലം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ ഈ നാട്ടിലുണ്ട്. അവരെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു ഏരിയ വേണം, ഇവരെ എവിടെയെങ്കിലും ഉൾക്കൊള്ളണമെന്നല്ലോ. അപ്പോൾ ഇവർ സ്വാഭാവികമായും തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള ജനകീയ കൂട്ടകാര്യം. ഈ സൊലാഹുദ്ദീൻ എന്ന് പറഞ്ഞ അദ്ദേഹം എക്സ് മിലിറ്ററി ആയിട്ടുള്ള അദ്ദേഹം വളരെ പെട്ടെന്ന് 1000 യൂണിറ്റുകളിലേക്ക് ഇത് വ്യാപിപ്പിച്ചെന്നും ഇത് ഹൈജാക്ക് ചെയ്യപ്പെട്ടു, പോപ്പുലർ ഫ്രണ്ടിനാൽ ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്നതാണ് ആരോപണം. ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നമായിരിക്കുന്നത് ഇതിനെതിരെ CPM കണ്ണൂരിന്റെ ജില്ലാ സെക്രട്ടറി, CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹൻ മാസ്റ്റർ രംഗത്ത് വന്നു. മാത്രമല്ല സമസ്ത രംഗത്ത് വന്നിരിക്കുന്നു. സുന്നി മുസ്ലിങ്ങളായി ഇതിൽ പെടരുതെന്ന് പറയുന്നു. അപ്പം സ്വാഭാവികമായും ഇതിനൊരു രാഷ്ട്രീയമാനം വന്നിരിക്കുന്നു. ഇതിനൊരു തീവ്രവാദപരമായ ഒരു പ്രശ്നങ്ങളുടെ ഒരുപക്ഷെ IB ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ച് കാണുമായിരിക്കാം. കാരണം ഇത്രയും മാധ്യമങ്ങളിൽ ഇത്രയും വലിയൊരു വാർത്തയാകുന്നു. CPMന്റെ ജില്ലാ സെക്രട്ടറി തന്നെ പ്രസംഗിക്കുന്നു. നമുക്കറിയാം സാധാരണഗതിയിൽ CPMന്റെ ഒരു നേതാവ് ഇത്തരത്തിൽ പ്രസംഗിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നേരത്തെ നിലവിലുള്ള കാര്യമല്ല. നേരത്തെ അവർ ഇതിനെ മാത്രമല്ല ജമാഅത്ത് ഇസ്ലാമി പേരെടുത്ത് പറയുന്നുണ്ട് അവരെല്ലാവരും. സാധാരണ നേരത്തെ ജമാഅത്ത് ഇസ്ലാമി എന്ന് വിമർശിക്കാനുള്ള ധൈര്യം നമ്മുടെ നാട്ടിൽ CPM നേതാക്കന്മാർ കാണിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നിലവിൽ വരുന്നത് വെച്ചാൽ പേരെടുത്ത് തന്നെ പറയുകയും ചെയ്തു. മാത്രമല്ല ഇനി ആളുകൾ ശ്രദ്ധിക്കണം, ഇത് പോപ്പുലർ ഫ്രണ്ടിനാൽ ഫണ്ട് ചെയ്യപ്പെടുന്ന ഒരു ഏരിയ ആണെന്നും. കാരണം ധാരാളം സ്ത്രീകളൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതൊരു വിഷയമാണ്. മാത്രമല്ല ഈ സ്ത്രീകൾ ഇങ്ങനെ പരസ്യമായി ഇറങ്ങി ഒരു പൊതു ഇടത്തിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ കായിക ഇതൊക്കെ ചെയ്യുന്നത് അത് അവരെ രീതികളുണ്ട്. അവർ ഒരുപോലത്തെ യൂണിഫോം ധരിക്കണം. അതുപോലെ തന്നെ നിൽക്കുന്ന രീതി ചുമ്മാ വട്ടത്തിലും അവർ നിൽക്കുന്നത് അടുക്കി കൃത്യമായ വരകൾ വെച്ച് നിൽക്കുന്നതിനൊരു പട്ടാള മാർച്ചിന്റെ കണ്ടിട്ടുള്ള ഏരിയൽ വിഷ്വൽസ് എല്ലാം തന്നെ അങ്ങനെയാണ്. ഇവരെല്ലാവരും തന്നെ അടുങ്ങി നിൽക്കുന്നതും അത് ഒരു സംഘടനയുടെ നമ്മൾ ഈ സ്കൂളിലൊക്കെ മാർച്ച് നടത്തുന്നത് ഇതിനോട് സമാനമായ രീതിയിൽ യൂണിഫോമിറ്റി എപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല വ്യാപകമായി ആളുകൾ ആകർഷിക്കപ്പെടും. ചിലപ്പോൾ ഈ ആളുകൾ എത്തിക്കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇവർ പോപ്പുലർ ഫ്രണ്ടിനെ തീവ്രവാദം ഇൻജെക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യത. നമ്മുടെ നാട്ടിൽ തന്നെ നമ്മളൊരു നല്ല രീതിയിൽ നല്ല ഉദ്ദേശത്തോടെ ഒരു പ്രസ്ഥാനം തുടങ്ങിയാൽ ഇതിൽ ആളുകൾ വരുന്നുണ്ട് എന്നുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇതിനെ ഹൈജാക്ക് ചെയ്യാൻ പലരും ശ്രമിക്കും. നമ്മുടെ നാട്ടിൽ ഒരുപാട് സംഘടനകൾക്ക് ഈ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഈ സലാഹുദ്ദീൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരുപക്ഷെ അദ്ദേഹം ഒന്നും കണ്ടുകൊണ്ടായിരിക്കില്ല ചിലപ്പോൾ ഇത് ആരംഭിച്ചത്. പക്ഷേ ഇപ്പൊ ഈ മാത്രമല്ല ഇത് GCC രാജ്യങ്ങളിൽ ഇതുണ്ടെന്ന് പറയുന്നു. അങ്ങനെ അതിന്റെ വളർച്ച അഭൂതപൂർവമാണ്. തീർച്ചയായിട്ടും നമ്മള് വേറൊരു പ്രശ്നം വെച്ചാൽ അടിസ്ഥാനപരമായി വർക്കൗട്ട് ചെയ്യുന്നതിനൊന്നും ആർക്കും ആരോഗ്യ സംരക്ഷണത്തിനാണ്. അതിന് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ ഡയറ്റ് ട്രെയിനറാണ്. അപ്പോൾ നമ്മൾ മസിൽ ട്രെയിനിങ് ചെയ്യുന്ന ജിമ്മിൽ ട്രെയിനറാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഇതിന്റെ രീതിയിലാണ്. പല യോഗ പോലുള്ള കാര്യങ്ങളൊക്കെ അശാസ്ത്രീയമാണെന്ന് പറയുന്ന ഒരാളാണ്. എന്നാൽ പോലും ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യം, മനുഷ്യന് ഹാനിയല്ലാത്ത രീതിയിലൊക്കെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നല്ലത് തന്നെ. എന്തായാലും എക്സസൈസ് ചെയ്യുന്നതിനോട് ആരും എതിർക്കുന്നില്ല. പക്ഷേ ഈ ചേട്ടൻ ശ്രദ്ധിച്ചു മതി, ഇപ്പം റെസിഡൻഷ്യൽ ഏരിയകളിലൊക്കെ ഇങ്ങനെ പലതരത്തിലുള്ള ആളുകൾ കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് ഇപ്പം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ പാർക്കുകളിലൊക്കെ തന്നെ കമ്മ്യൂണിറ്റി ജിമ്മുകളുണ്ട്. അതായത് ജിമ്മുകൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്റീരിയർ ആയിട്ട് വെയിറ്റുകളൊക്കെ എടുത്തുള്ള അല്ലാതെ തന്നെ ആൾക്ക് ബോഡി വെയിറ്റിൽ തന്നെ ചെയ്തതിന് വർക്കൗട്ടുകൾ ഇപ്പം നമ്മുടെ ഇവിടെ പല ഇടങ്ങളിലുമുണ്ട്. ഈ ചിൽഡ്രൻസ് പാർക്കില് തിരുവനന്തപുരത്ത് അതിനകത്ത് ഒരെണ്ണുണ്ട്. അതായത് കമ്മ്യൂണിറ്റി ആയിട്ട് ചെറിയ ഉപകരണങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെയുള്ള ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അങ്ങനത്തെ ചെറിയ രീതിയിലുള്ള. അപ്പം അതായത് ഒരാൾക്ക് രാവിലെ എണീറ്റ് തന്നെ വർക്കൗട്ട് ചെയ്യുന്നത് ഭയങ്കര മടിയുള്ള കാര്യം. ഇപ്പം എനിക്കാണെങ്കിലും ഞങ്ങൾ കൂട്ടായിട്ടാണ് ചെയ്യുക. 2-3 പേരുണ്ടെങ്കിൽ ഒരാൾക്ക് മടിയാണെങ്കിൽ അടുത്തയാൾ പൊക്കിക്കൊണ്ട് വരുമല്ലോ. അപ്പോൾ കൂട്ടായ്മയായിട്ടുള്ള വർക്കൗട്ടുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവിടെ ഒന്ന് നമുക്ക് സ്ട്രെസ് കുറയുന്നു, പിന്നെ വർക്കൗട്ട് ചെയ്യുന്നു, അവിടെ നിന്നൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ആവുകയാണ്. ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ അത് നല്ലതാണ്. പക്ഷെ ഇത് ഹൈജാക്ക് ചെയ്യപ്പെടുകയും അതിനൊരു രാഷ്ട്രീയമാനവും പൊളിറ്റിക്കൽ മാനവും ഒക്കെ വരുന്ന ഘട്ടത്തിൽ അത് എതിർക്കപ്പെടേണ്ടതാണ്. അല്ലാതെ അതിനോട് നമുക്ക് എക്സസൈസ് ചെയ്യുന്നതിനൊന്നും എതിർക്കുന്ന ആളുകളല്ല നമ്മളാരും തന്നെ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമാണുള്ളത്. ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നിലവിലത്തെ സാഹചര്യം എന്താണ്? അതായത് അവർ സമ്പൂർണ്ണമായിട്ട് നിരോധിക്കപ്പെട്ട സംഘടനയാണ്. മാത്രമല്ല അവരുടെ നേതാക്കന്മാരെല്ലാവരും വന്ന് കേന്ദ്ര സേന എത്തിപ്പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തിരുന്നല്ലോ. അവരിപ്പോൾ എവിടെയാണ് എന്താണെന്ന് നമുക്ക് അറിയില്ല പലരും എവിടെയാണെന്ന്. പക്ഷേ നമ്മളെപ്പോഴും ഈ ഇത്തരം സംഘടനകളുടെ നേതാക്കന്മാരെയും ഒക്കെ പിടിക്കുമ്പോൾ തന്നെ ഇവര് സ്ലീപ്പിംഗ് സെല്ലുകൾ എല്ലായിടത്തും കാണും. അതാണ് ഇതിന്റെ നമ്മൾ നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് രൂപീകരിച്ചിട്ട് അതിനൊരു അവരുടെ ശരിക്കും മോഡസ് ഓപ്പറandi സെയിം ആയിരുന്നു. അവരൊരു രാഷ്ട്രീയ സംഘടന ആരംഭിക്കുന്നു, പിന്നീട് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു,
പിന്നീട് അതിന് അവർ തീവ്രവാദമാനം, അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഒളിച്ചു കടത്താനുള്ള ഒരു സ്പേസ് ആയിട്ട് നമ്മുടെ നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാലത്ത് നാദാപുരത്ത് വലിയ ഒരു കലാപങ്ങൾ നടന്നിട്ടുണ്ട്. അന്ന് പ്രധാനമായും CPM-ഉമായിട്ടാണ് അന്ന് അവിടെ ഈ എന്താണ് ഈ മുസ്ലിം സംഘടനകളെ ഏറ്റുമുട്ടൽ നടന്നിട്ടുള്ള കൂടുതലും. എ കണാരൻ എന്ന് പറഞ്ഞ് CPM-ന്റെ വളരെ മുതിർന്ന നേതാവ്, MLA ആയിരുന്നു അദ്ദേഹം, കർഷക സംഘത്തിൻ്റെയൊക്കെ നേതാവായിരുന്നു. അദ്ദേഹമായിരുന്നു ശരിക്കും പറഞ്ഞാൽ നാദാപുരത്ത് എന്താണ് ഒരു അതിശക്തനായ നേതാവായിരുന്നു എ കണാരൻ. എ കണാരൻ അന്ന് ഒരുപക്ഷെ അന്ന് ഇത്തരത്തിലുള്ള ഇവരുടെ ഒരു ചില ഇപ്പം പറഞ്ഞ പോലെ ചില കൂട്ടായ്മകളും സംഗതികളൊക്കെ വന്നപ്പോൾ അതിനൊക്കെ പൊളിക്കാൻ ഒരുപാട് സഹായിച്ച ഒരാളായിരുന്നു എ കണാരൻ. വലിയ നേതാവായിരുന്നു അദ്ദേഹം CPM-ന്റെ. അന്ന് അവിടെ CPM സ്വീകരിച്ച നിലപാട് ശരിയായിരുന്നു എന്ന് ഒരുപക്ഷെ അവരെ രാഷ്ട്രീയ എതിരാളികൾ പോലും അന്ന് പലപ്പോഴും രഹസ്യമായിട്ടെങ്കിലും സമ്മതിക്കുമായിരുന്നു. അത് ചെയ്തില്ലായിരുന്നെങ്കിൽ അത് വളരെ മോശമായ ഒരു തലശ്ശേരി കലാപം എന്ന് പലപോലത്തെ അവസ്ഥയിലേക്ക് പോകുമായിരുന്നു. പക്ഷേ അങ്ങനെ സംഭവിക്കാതെ നാദാപുരത്ത് അന്നുണ്ടായ പ്രശ്നങ്ങളൊക്കെ തന്നെ CPM-ആണ് ശരിക്കും പറഞ്ഞാൽ അന്ന് ഒരുവിധം പരിഹരിച്ചെന്ന് നോക്കുകയാണെങ്കിൽ പറയാം. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് കാണുന്ന കാഴ്ച എന്താണെന്നൊക്കെ അറിയാമല്ലോ. ഇത്ര സംഘടനയൊക്കെ വളരാനുള്ള വളക്കൂറ് ഒരുക്കി കൊടുക്കുന്ന കാര്യത്തിൽ പിന്നീട് CPM അക്കാര്യത്തിൽ മത്സരിക്കായിരുന്നു. അതിനെ സ്റ്റേജിൽ കൊണ്ടു നിർത്തിയിട്ട് CPM-ന്റെ പിണറായി ഉൾപ്പെടെയുള്ള എല്ലാവരും അപ്പുറം ഇരുന്ന് സ്റ്റേജിൽ ഇരുന്നില്ല. അതിനുള്ള നിലപാടുകൾ എപ്പോഴും നമുക്ക് അവർക്ക് അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. എന്റെ കൂടെ പഠിച്ച 2 ഇരട്ട സഹോദരിമാരുണ്ട്. അവരുടെ വീട് ഈ നാദാപുരത്തൊക്കെയാണ്. അപ്പോൾ നമ്മള് അതുവഴി ബസ്സിൽ യാത്ര ചെയ്യാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പോകുമല്ലോ സ്വാഭാവികമായിട്ട്. ചിലപ്പോൾ വലിയ ശബ്ദം കേൾക്കും, ശ്രദ്ധിക്കണം ബോംബ് വീണതാണ് എന്ന് പറയും. സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം അത്ര ഭീകരമായ ഒരു അന്തരീക്ഷം. അതായത് ഇതിന് രാഷ്ട്രീയം എപ്പോഴും ആശയപരമായിരിക്കണം. പക്ഷെ അത് സായുധപരമായി വരുന്ന സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് ഇവർക്ക് ഫണ്ടഡ് ആയതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് ഇന്റർനാഷണൽ കണക്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഒരു തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിരോധം, അതായത് നമ്മുടെ സുരക്ഷ, രാജ്യസുരക്ഷ എപ്പോഴും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. ഇതൊരു വലിയ അന്വേഷണം നടന്നതിലേക്ക് NIA അങ്ങനെ വലിയ എല്ലാ ശക്തമായ ഒരു സംഘടന ഒന്ന് പിടിക്കുകയാണെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോകും. പിടിയിലാവുന്ന ചിലപ്പോൾ ഉണ്ട് റോഡിൽ പഴക്കച്ചവടം നടത്തുന്ന ആളെ നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാത്ത, അവർ വല്ല തട്ടടക്കാരന് അങ്ങനെയൊക്കെ ആയിരിക്കും. നമ്മളിങ്ങനെ ശ്രദ്ധിക്കില്ല, നമ്മൾ വല്ല പ്രബലന്മാരെ മാത്രം നമ്മൾ ശ്രദ്ധിക്കുള്ളൂ. ഇതിന്റെ മുഖ്യ ആളെന്ന് പറയുന്നത് ഈ സ്ലീപ്പിംഗ് സെല്ലിന്റെ പ്രധാനപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ ഇത്തരക്കാരില്ല. കോടിക്കണക്കിന് രൂപയാണ് പോപ്പുലർ ഫ്രണ്ടിന് വന്നിരുന്നത്. ഇപ്പം ED അന്വേഷണത്തിൽ അന്ന് വ്യക്തമായത് എത്ര കോടിക്കണക്കിന് രൂപയാണ്. അത് പലയിടങ്ങളിലും. അത് മാത്രമല്ല, പലയിടത്തും മതമാറ്റ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, ഹദിയ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മളിത് കണ്ടതാണ്. അന്ന് പക്ഷേ അന്ന് NIA വന്നത് തന്നെ കണ്ടു പുലർച്ചെയാ, നേരം വിളക്ക് മുമ്പ് എല്ലാവരും പിടിച്ചു കഴിഞ്ഞവര്. മാത്രമല്ല അവർ സ്റ്റൺ ഗൺ, ഏറ്റവും പുതിയ സ്റ്റൺ ഗണ്ണ്, കപ്പല്, വിമാനം, ഇതൊക്കെ ആയിട്ട് സന്നാഹമായിട്ട് വന്നത്. ഇന്ത്യൻ മിലിറ്ററിയേക്കാൾ അല്ല ഇത്രയും സമയം പറങ്കടലിൽ കപ്പലുണ്ടായിരുന്നു, കപ്പലുണ്ടായിരുന്നു പറയുന്നു, വിമാനത്തിലാണ് അവരെ കൊണ്ടുപോയത്, ഒരു കയ്യിൽ നിന്ന് സ്റ്റൺ ഗൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ വരുമ്പോൾ മാത്രമല്ല, നമ്മൾ ഇപ്പം ഈ മലബാർ രാഷ്ട്രീയത്തിലേക്ക് പ്രത്യേകിച്ച് കടന്നു ചെല്ലുമ്പം ഈ ലീഗിന് അങ്ങോട്ട് തീവ്രത പോരാ എന്നുള്ളൊരു അന്ന് ഈ ഇത്തരത്തിലുള്ള ഈ ലീഗിന് അപ്രമാദിത്വം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെ ലീഗിന് തീവ്രത പോരാ എന്ന് പറഞ്ഞ് തന്നെയാണ് ഇത്തരത്തിലുള്ള ചില സംഘടനകളൊക്കെ തന്നെ അവിടെ നിന്ന് ഒഴിഞ്ഞ കാര്യം ഒരു ശക്തി പ്രാപിച്ചത് തന്നെ. അപ്പോൾ ഈ ചെറുപ്പക്കാരെയൊക്കെ ആകർഷിക്കാൻ അവർക്ക് നല്ല എളുപ്പമാണ്. ഈ ചെറുപ്പക്കാരപ്പോൾ അവരെങ്ങനെ വളർന്നു വരുന്ന പ്രായത്തിൽ അവരെ ഈ കള്ളങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാനും. പക്ഷേ ഇന്ത്യയുടെ മുസ്ലിമിനെ സംബന്ധിച്ച് അവരൊരിക്കലും ഈ ഒരു തീവ്രത, അവര് സ്വാഭാവികമായിട്ട് അവർക്കൊരു രാഷ്ട്രീയപരയുടെ പക്വത പക്ക വിഷയത്തിലോ അതിലൊക്കെ ഇല്ലെങ്കിൽ പോലും കുറച്ചൊക്കെ എന്തായാലും സ്വജനപക്ഷപാതം ഉണ്ടെങ്കിൽ പോലും അതൊക്കെ സമുദായ താല്പര്യപ്പെട്ട് പോകാൻ പറ്റൂല എന്തായാലും. പക്ഷേ കുറച്ചുകൂടെ മതേതരമായിട്ടുള്ള, അത് ഒട്ടും വലിയ ഹാംഫുൾ ഒന്നുമല്ല സമൂഹത്തിന്. മാത്രമല്ല 92 അന്ന് നമ്മുടെ കൊല്ലൊന്നുമില്ല, ബാബറി മസ്ജിദ് തകർന്ന സമയത്ത് അന്ന് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അന്തരിച്ച അദ്ദേഹം വളരെ ശക്തമായി തന്നെ അദ്ദേഹം നമ്മുടെ ജനങ്ങളോട് സമാധാനം പാലിക്കണമെന്ന് പറയുകയും, പാണക്കാട് തങ്ങൾ പറയുമ്പോൾ ആരും അതിനെ എതിർക്കാൻ സാധ്യതയില്ലല്ലോ, അവരൊക്കെ ആ ഒരു വലിയ പരമ്പരപ്പെട്ടവരാണല്ലോ. അപ്പോൾ അദ്ദേഹം അന്ന് വഹിച്ച പങ്ക് സുത്യർഹമാണ് ശരിക്കും പറഞ്ഞാൽ. അദ്ദേഹം വളരെ ഒരു നമ്മുടെ ദൈവതുല്യ മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ ഇടപെടൽ വളരെ കൃത്യമായിരുന്നു അന്ന്. പക്ഷേ ഇപ്പോൾ ഒരുപക്ഷെ ലീഗ് അണികളിൽ പോലും ഇപ്പം നമ്മൾ തന്നെ ഈ എന്താണ് നമ്മുടെ കൊച്ചിലെ മുനമ്പം വിഷയത്തിൽ തന്നെ രണ്ടഭിപ്രായമുണ്ട്. അത് നമ്മൾ അത്ഭുതമായുമുണ്ട്. ഇവര് പറയുന്നത് കോൺഗ്രസുമായി ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ ഭാഗമായി ലീഗ് രൂപീകരിക്കപ്പെടുന്നത്, ലീഗിന്റെ ഒരു ചരിത്രം തന്നെ നമുക്കറിയാമല്ലോ. പല ഘട്ടങ്ങളിലും അത് ന്യൂനപക്ഷ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ്. എന്നാൽ ഞാൻ പറഞ്ഞത് ഒരു സമൂഹത്തിൽ ഒരിടത്തും ഹാംഫുൾ ഒന്നുമല്ല. അതൊരു ഒരാളുടെ കൊലപാതകത്തിലേക്ക് നയിക്കുന്ന തരത്തിലൊന്നുമില്ല. അവർക്ക് സമുദായികപരമായിട്ടുള്ള നിലപാടുകളുണ്ട്. അതിന് സാമുദായിക സംഘടനകൾ, നേതാക്കന്മാർ, പുരോഹിത വർഗത്തിനെ അവർ കേൾക്കാറുണ്ട്. സ്വാഭാവികമാണ്. അതിപ്പോൾ ഇവിടെ ആരും ചെയ്യാത്ത കാര്യമൊന്നുമല്ല. പക്ഷെ എന്നാൽ പോലും ഇതിന് മറ്റൊരു മുഖം, അതായത് ഇന്ത്യയിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉള്ളൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. ആ ജനാധിപത്യ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു മയപ്പെടൽ, അതിൻ്റെ ഒരു മര്യാദ, അടക്കമില്ല
അടക്കം പാർട്ടികൾക്ക് വേണ്ടതാണ്. എന്തുകൊണ്ടാണ് നക്സലുകൾ, ഇപ്പം നമ്മൾ പറയുന്ന നക്സലുകൾ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നത് ആ അടക്കത്തിനും ഒതുക്കത്തിനും അപ്പുറമായി നിന്നുകൊണ്ട് രാഷ്ട്രത്തിനെതിരെയാവുകയാണ്. അപ്പം രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങൾക്ക് വേണ്ടിയും രാഷ്ട്രത്തിന് വേണ്ടിയും ഭരണഘടന സംരക്ഷിക്കാനും ആവേണ്ടപ്പോൾ ഇത് രാഷ്ട്രത്തിന്റെയും രാഷ്ട്രത്തിന്റെ സുരക്ഷയുടെയും ജനങ്ങൾക്കും എതിരെയായിട്ട് തിരികെയാണ്. അല്ല, നെക്സൈറ്റ് പ്രസ്ഥാനത്തിൽ ശരിക്കും പറഞ്ഞില്ല, നമ്മളൊന്ന് ആലോചിക്കുമ്പോഴേ, നമ്മളൊന്നും ജനിച്ചിട്ടില്ല എങ്കിൽ പോലും നമ്മൾ പിന്നെ നെക്സൈറ്റ് നേതാക്കന്മാരുടെ ആത്മകഥ വായിക്കുമ്പോഴോ അതല്ലെങ്കിൽ അന്ന് പറഞ്ഞ പലരും ഇപ്പോൾ ടി വിയിലൊക്കെ ഇൻ്റർവ്യൂ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുകയാണ്. കാരണം ഇവർ ഏത് ലോകത്താണ് ജീവിച്ചിരുന്നത് നമ്മൾ ആലോചിക്കും. ഇപ്പോഴും അതെ 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 ശരിയാണ്. ഇവർ പറയുന്നു ഞങ്ങൾ പീക്കിംഗ് റേഡിയോ കേട്ടു രാവിലെ. ഈ പീക്കിങ്ങിൽ പോലെയാണ് ഇന്ത്യയിലെ അവസ്ഥ. ഇവരിവിടെ സായുധ വിപ്ലവം നടത്താൻ ഇറങ്ങിയ കേരളത്തിൽ ഈ കഴുത്തുവെട്ടി കൊന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഏജൻസി ഓഫീസിലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഹൗസ് ലോൺ അങ്ങനെ എടുത്തോണ്ട് പൈസ എടുത്തോണ്ട് പോയത്, അല്ല അദ്ദേഹം ബൂർഷ നാട്ടുകാരെ മുഴുവൻ വിറപ്പിച്ച ആളൊന്നും ആയിരുന്നില്ല. ഇതുപോലെ ചില സ്ഥലങ്ങളിൽ നക്സലൈറ്റ് ആക്രമണം നടന്ന ആളുകൾ വലിയ കുഴപ്പക്കാരായിരുന്നു. നക്സലൈറ്റ് ആക്രമണം എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇത് ആർക്കാണ് ഇതിന് അധികാരം? സ്റ്റേറ്റിനാണ് ഉത്തരവാദിത്വമുള്ളത്. ഇത് ആർക്കെതിരെ എന്ത് തരത്തിലുള്ള ശിക്ഷ? അത് ചുമ്മാതെ ഇപ്പം ഞാനൊരു ആളെ കണ്ടു, ഞാൻ കൊന്നു, എൻ്റെ അടുത്ത് നിന്നൊരാൾ മരിച്ചു, ഞാൻ കൊന്നു, അന്ന് നീയാണ് കൊന്നെന്ന് പറഞ്ഞ് തൂക്കിലേറ്റാൻ പറ്റില്ല. എനിക്ക് എൻ്റെ ഭാഗം പറയാനായിട്ട് സ്റ്റേറ്റിന് അതെ. അപ്പൊ ഇങ്ങനെയുള്ള അവകാശ അധികാരങ്ങളെല്ലാം നിഷേധിച്ച് വെട്ടൊന്ന് മുറി രണ്ട് എന്നുള്ളൊരു രീതി ഒരിക്കലും ഒരു ആധുനിക സമൂഹത്തിന് ചേരുന്നതല്ല. മാത്രമല്ല ഈ നക്സലൈറ്റ് നേതാക്കളായി അന്ന് വിപ്ലവം പ്രസംഗിച്ചുകൊണ്ട് നാളൊക്കെ പിൽക്കാലത്ത് ഏതെങ്കിലും ആത്മീയ നേതാക്കന്മാർ ശിഷ്യന്മാരാവുകയും ചിലർ അന്ന് പറഞ്ഞതിന് നേരെ വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചിലരൊക്കെ വേറെ രസമുള്ള കാര്യമുണ്ട്. എൻ്റെ അടുത്തൊരു നക്സലൈറ്റ് അനുഭാവി എന്നോട് പറഞ്ഞാണ്, ഈ അന്നത്തെ നക്സലൈറ്റ് പലരും വലിയ സമ്പന്ന ഉടമകൾ ജനിച്ച ആളായിരുന്നു, കാശുകാര മക്കളായിരുന്നു. അവരൊരു ദാരിദ്ര്യം അറിയാതെ വളർന്നതാണ്. കാട്ടിലേക്ക് കയറി കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിപ്പോയി. പിന്നെ എങ്ങനെയെങ്കിലും തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇവർക്ക് പിന്നീട് നല്ല ഉയർന്ന ജോലിയുള്ള കല്യാണമൊക്കെ, സ്ത്രീ കല്യാണം കഴിക്കും, വലിയ സമ്പന്ന കല്യാണം കഴിക്കും, സമ്പന്നരാകുന്നു. പിന്നീട് ഇവർ പണ്ട് ഈ ബൂർഷോളെന്ന് പറഞ്ഞാൽ ആളെ കളിയാക്കുമായിരുന്നല്ലോ, അവന്മാരെ തോപ്പിക്കുന്ന രീതിയിലുള്ള ബൂർഷോളായിട്ടാണ് ഇവർ ജീവിച്ചത്. പലരും ഇതിനകത്ത് വലിയ ഗുണം. ഞാൻ കൊണ്ട് SFI SFI രാഷ്ട്രീയത്തിലൊക്കെ നിൽക്കുന്ന സമയത്ത് പാർട്ടിയുടെ സ്വഭാവം അറിയാമല്ലോ, കുറേ കാര്യങ്ങളിലൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യും, കുറച്ച് കാര്യങ്ങളൊക്കെ നിൽക്കും. അപ്പം അതിൽ 2-3 പേർ ഭയങ്കര അസ്വസ്ഥരാണ്. ഇങ്ങനെയൊന്നും അല്ല, കുറച്ചുകൂടെ ഇടിക്കണം, ബഹളം വെക്കണം, അടിച്ച് നേരിടണം, അതാണല്ലോ രീതി. അപ്പൊ ഇവര് എന്ത് ചെയ്തു, അടുത്തുള്ള കുറച്ച് നക്സലുകളുമായൊക്കെ ബന്ധപ്പെട്ടു, അവർക്ക് ആളുകളൊക്കെ കോണ്ടാക്ട് കിട്ടി. എന്നിട്ട് എന്നോട് പറഞ്ഞു നീ വരും. ഞാൻ പക്ഷെ ആദ്യം ചിരിച്ചു തള്ളെങ്കിലും വളരെ സീരിയസ് ആയിരുന്നു. ഇവര് പക്ഷെ പോയി ആളുകളെ കണ്ടു. പക്ഷെ ഇപ്പം വീട്ടിലെ പ്രാരാബ്ധമായപ്പം നക്സലിസം ഒക്കെ അല്ല അതുപോലെയാണ് ഇത്. നമുക്ക് ഈ ഒരു മെക്സവൻ ഇപ്പൊ തീവ്രവാദ സംഘടനയാണെന്ന് നമ്മൾ പറഞ്ഞാൽ അവർക്ക് അവരുടെ ചില ന്യായീകരണങ്ങളും ഉണ്ട്. ഇന്ത്യൻ പ്രസിഡന്റ് കണ്ടു കൊടുത്ത വിശദീകരണത്തിൽ അവർ പറയുന്നത് ഇത് ഞങ്ങൾ ചെറുപ്പക്കാരല്ല ഇതിൽ പങ്കെടുക്കുന്നത്, എബോ 50 ഒക്കെയാണ്, പ്രായപൂർത്തിയായ ആളുകൾ തന്നെയാണ് പങ്കെടുക്കുന്നത്, പല മതത്തിൽപ്പെട്ട ആളുകളാണ്. പക്ഷേ നമ്മളെപ്പോഴും ഇതിനൊരു എന്താണ് പറയുക, മൊത്തത്തിൽ കാണുമ്പോൾ ഒരു കേഡർ സ്വഭാവം പോലെ ഒക്കെ തോന്നുന്നുണ്ട്. അതാണ് കാര്യം. എല്ലാം ഒരേ യൂണിഫോം, എല്ലാം ഒരേ രീതി, സമയത്ത് എത്തണം, മാർച്ച് നടത്തുന്നു. ആരോഗ്യ പരിപാലനമാണ് ലക്ഷ്യമെങ്കിൽ നല്ലത്. കമ്മ്യൂണിറ്റി ഹെൽത്ത് ഒക്കെ നോക്കുന്നതും ഒരു കമ്മ്യൂണിറ്റി രൂപീകരിക്കുന്നതും ഹെൽത്ത് കോൺഷ്യസ് ആവുന്നതിന് നമ്മൾ എതിർക്കുന്നില്ല. പക്ഷേ ഇത്തരം കൂട്ടായ്മകൾ, കാരണം സാധാരണക്കാരായ ജനങ്ങളായിരിക്കും വരുന്നത്, അവരെ ഹൈജാക്ക് ചെയ്യുക, അവരെ പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് പറ്റും. മാത്രമല്ല ഇവരെല്ലാവരും തന്നെ ആദ്യം ഇൻജക്ട് ചെയ്യുന്നത് നമ്മൾ അരക്ഷിതാവസ്ഥയിലാണ്, ഭീതി വ്യാപരമാണ്. അപ്പൊ നിങ്ങളെ രക്ഷിക്കാൻ രക്ഷകരായിട്ട് ഞങ്ങളുണ്ട്, ഇതാണ് ഇവരുടെ സ്ട്രാറ്റജി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, നമുക്കൊപ്പം നിൽക്കുക. അത് ഈ സൗജന്യ സേവനം എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് സംശയിക്കേണ്ടിയിരിക്കും. കാരണം ഇപ്പം മനഃ ട്രെയിൻ നടത്താനെ പോലെ മനഃക്ക് അവർ റെമ്യൂണറേഷൻ തരേണ്ടി വരും. നമ്മൾ ഒരു യോഗ പഠിക്കാൻ പോകും അല്ലെങ്കിൽ മെഡിറ്റേഷൻ പഠിക്കാൻ, അല്ല നമ്മൾ ഫീസ് ഉണ്ട്. നിങ്ങൾ സൗജന്യമായിട്ട് അതെല്ലാം അത്രയും സാധാരണഗതിയിൽ നല്ല വരുമാനം. സലാഹുദ്ദീൻ അദ്ദേഹം ഇത് തുടങ്ങിയ സമയത്ത് അദ്ദേഹത്തിന് ഇപ്പം എനിക്കൊരാൾക്ക് എത്ര വരെ മാനേജ് ചെയ്യാൻ പറ്റും, അതൊരു പരിമിതിയാണ്. അപ്പം 1000 യൂണിറ്റുകളായി മാറുന്ന സമയത്ത് അത് വീണ്ടും ഒരു പ്രശ്നമാണ് അവിടെ. അപ്പൊ ആരൊക്കെയാണ് ഈ യൂണിറ്റുകളെ മാനേജ് ചെയ്യുന്നത്, ഉണ്ടായിരിക്കാം, അതാരായിരിക്കാം, ഇതൊക്കെ നമ്മൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മുടെ മോഹൻ മാസ്റ്ററൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഈ ഇത്തരത്തിൽ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ആളൊക്കെ ചേർന്നാണ് ഇവരെ കൊണ്ടു നടക്കുന്നതെന്ന് മാനിക്കുന്നതൊക്കെ പറയുന്നുണ്ട്. സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു ജില്ലയിലെ സെക്രട്ടറിയാണ് പറഞ്ഞിരിക്കുന്നത് പറയുമ്പോൾ ഇത് അന്വേഷിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. ജില്ലാ മോഹൻ മാസ്റ്റർ പ്രസംഗിച്ച് മാത്രം കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ വ്യക്തമായിട്ട് അണികൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഓഡിയോകളൊക്കെ ഇതിനോടകം വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇത് ഹൈജാക്ക് ചെയ്യപ്പെട്ടതാണ്, അതിൽ പങ്കെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചേട്ടൻ പറഞ്ഞതല്ലേ, മോഹൻ മാസ്റ്ററെ പോലുള്ള ആളുകൾ പറഞ്ഞിട്ട് പോലും സർക്കാർ ഇതുവരെയും നടപടികൾ എടുത്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ കുറച്ച് സർക്കാർ ഒരു പക്ഷേ പോലീസാണെങ്കിൽ പോലും രഹസ്യാന്വേഷണ വിഭാഗക്കാർക്ക് അന്വേഷിക്കുന്നത്, നേരിട്ട് പോലീസ് ഇറങ്ങി അന്വേഷിക്കില്ലായിരിക്കും. എങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ നേരത്തെ മനോജ് പറഞ്ഞാൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ ജാതി മതമൊക്കെ ഒരു ഘടകമായി മാറുമ്പോൾ ഈ കൂട്ടായ്മകളെ എല്ലാവരും ഭയപ്പെടും. അത് യാതൊരു മാറുകയാണല്ലോ. പിന്നെ
സർക്കാർ ജീവനക്കാർ ഈ റോഡിൽ സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ കഴിഞ്ഞ ദിവസം CPIയുടെ ജീവനക്കാരുടെ യൂണിയൻ റോഡ് തടഞ്ഞ് അവിടെ യോഗം നടത്തി. എന്ത് നടപടി? ഒന്നുമില്ല. ഇപ്പം വഞ്ചൂര് നടത്തിയത് CPM പാർട്ടി ഏരിയ സമ്മേളനം നടത്തിയെങ്കിൽ ഇവിടെ ജീവനക്കാരാണ് നടത്തിയത്. അത് സെക്രട്ടറിന്റെ മുന്നിൽ ആ റോഡ് മുഴുവൻ ബ്ലോക്കായിരുന്നു ആ ഭാഗത്ത് മുഴുവൻ. അപ്പൊ ഇത്തരം ഈ സംഘടിത വിഭാഗങ്ങളെ പലപ്പോഴും രാഷ്ട്രീയക്കാർ ഭയക്കും. എന്താ പ്രശ്നം വെച്ചാൽ അടിസ്ഥാനപരമായിട്ട് നീതി ലഭിക്കില്ല എന്നുള്ളതാണ്. ഇപ്പം നമുക്കറിയാം, വോട്ട് എണ്ണുമ്പോൾ ചേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആദ്യം എല്ലാവർക്കും ഇത്തിരിയൊക്കെ കിട്ടും. പക്ഷേ വോട്ട് എണ്ണി ഒരു 60% കഴിയുമ്പോൾ പിന്നീട് എണ്ണുന്ന ഏരിയകൾ ഒന്നെങ്കിൽ ഏതെങ്കിലും തീരപ്രദേശത്തെ വോട്ടുകളായിരിക്കും, അല്ലെങ്കിൽ നഗരസഭ, അങ്ങനെ എല്ലാവരും വ്യാപിച്ചെടുക്കുന്നില്ല. ഏതെങ്കിലും ഒരു പ്രദേശത്തേക്ക് എത്തുന്ന സമയത്ത് സ്ഥാനാർത്ഥി വിജയിക്കും. അത് അൺബ്ലോക്ക് ആവുന്നതുകൊണ്ടാണ് രാഷ്ട്രീയക്കാർക്ക് അറിയാൻ ചെയ്യാം. അത് അവർക്കറിയാം ചെയ്യാം. അവർക്കൊരു ടെൻഷൻ ഈ പിന്നിലാവുന്ന സ്ഥാനാർത്ഥികളെ കൂളായിട്ടിരിക്കും. പക്ഷെ അവർക്കറിയാം എൻ ബ്ലോക്ക് എവിടെയാണെന്നുള്ളത്. അപ്പോൾ എൻ ബ്ലോക്കായി രൂപീകരിക്കപ്പെടുകയും അവിടെ ജനാധിപത്യം ഹനിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല അതൊരു കൂട്ടത്തിന്റെ നീതിക്ക് ഒരിക്കലും തലച്ചോറില്ലെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ആൾക്കൂട്ടം വരുന്നു. ആൾക്കൂട്ടം ഇപ്പം ഒരാൾ, അതെ, അത് ശരിക്കും പറഞ്ഞാൽ ഒരു ജനാധിപത്യത്തിന് എതിരാണ് സത്യത്തിൽ. അപ്പൊ ഇങ്ങനെയുള്ളൊരിത് വരുന്നു. മാത്രമല്ല ഫണ്ട് കാര്യം, ഈ പരിശീലകർക്ക് ഫണ്ട് കൊടുക്കേണ്ടി വരും. ഇപ്പൊ 1000 യൂണിറ്റ് സലാഹുദ്ദീന്റെ നേതൃത്വത്തിൽ തന്നെയാണ് രൂപീകരിക്കപ്പെട്ടതെങ്കിൽ സലാഹുദ്ദീന്റെ നേതൃത്വത്തിൽ എന്തായാലും ഒരു ഏറ്റവും കുറഞ്ഞത് 50 പേര് വേണ്ടേ? ഏറ്റവും കുറഞ്ഞത് അപ്പൊ ഇതിനൊരു ഫണ്ട് വേണ്ടേ? അപ്പൊ അതായത് നമ്മളിപ്പോ ചുമ്മാതാണെങ്കിലും ഓൺലൈനായിട്ട് കൊടുത്താലും എനിക്കൊരു വൈഫൈ കണക്ഷൻ എങ്കിലും വേണ്ടേ? എനിക്ക് ഭക്ഷണം കഴിക്കണ്ടേ? എന്റെ കാര്യങ്ങൾ നടക്കണേ? അപ്പോൾ അടിസ്ഥാനപരമായ ഒരു 1000 രൂപയെങ്കിലും വേണ്ട. അപ്പൊ ഫ്രീ ആണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, സാധാരണക്കാരാണ് ആകർഷിക്കപ്പെടുന്ന, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ വരുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ട് നിശബ്ദമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി നിരോധിക്കപ്പെട്ടതിന് ശേഷം നിശബ്ദമാണ്. അവർ മാത്രമല്ല, ഈ അവർക്ക് അവരുടെ ഫണ്ട് കണ്ടെത്തിയത് മാത്രമേ ഉള്ളൂ. EDയുടെ കയ്യിൽ റിപ്പോർട്ടുകൾ കണ്ടെത്താത്ത എത്രയോ രൂപ അവിടെ എവിടെയായിട്ടും ഉണ്ടാകും. എന്തായാലും ഇതൊരു വലിയ സാമൂഹിക പ്രതിസന്ധിയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ ആഭ്യന്തരം അതിശക്തമായി ഇടപെടുകയും എന്തായാലും കേന്ദ്ര ഏജൻസികൾ ഇതൊരു തീവ്രവാദ സ്പോൺസർ പരിപാടിയാണെന്ന് നമ്മൾ ആരോപിക്കുന്നൊന്നുമില്ല. പക്ഷെ സാധ്യതകൾ, പ്രത്യേകിച്ച് മാസ്റ്റർ പോലുള്ള ആളുകൾ പറയുന്നത്, അതെ, സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ തന്നെ ജില്ലാ സെക്രട്ടറിയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത് വളരെ കൃത്യമായി മുസ്ലിങ്ങൾ ഇറങ്ങരുതെന്ന്. അതെ, അത് കാന്തപുര ഭാഗത്തിന്റെ ആളാണെന്ന് അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഒരു വൈസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇത് വളരെ അല്ലെങ്കിൽ ഈ സംഘടന പുറത്തെത്തണം. അത് പറയണം, എന്താണ് ഞങ്ങളുടെ കാര്യം, ഞങ്ങളുടെ ഫണ്ട്, ഞങ്ങളുടെ സോഴ്സ് എന്താണ്, വരുമാനം എന്താണ്, ഇത് എങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നത്, എന്താണ് നമ്മുടെ കാര്യങ്ങൾ വെളിപ്പെടുത്താം. ഞങ്ങൾക്ക് ജാതി മതമില്ല എന്നൊക്കെ പറഞ്ഞതൊന്നും കാര്യമില്ല. കാരണം ഇത്തരത്തിലുള്ള പല കൂട്ടായ്മകളും പിൽക്കാലത്ത് ഒരുപാട് ഈ ബ്രെയിൻ വാഷിങ്ങിലേക്ക് പോകുന്ന രീതിയിലേക്ക് പലപ്പോഴും കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്താറുണ്ടെന്നുള്ള സത്യമാണ്. എന്തായാലും മെക്സവൻ ഒന്നുകിൽ അവരവരുടെ നിലപാട് ഒന്നുകൂടെ പരസ്യമായിട്ട് വ്യക്തമാക്കുക, അതല്ലെങ്കിൽ സർക്കാർ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പറയും. കാരണം ഇത്തരത്തിൽ സൗജന്യമായ ഒരു പരിശീലനം നടക്കുന്നു എന്ന് പറഞ്ഞാൽ ആരും ചെന്ന് ചേരും. ഫ്രീ ആയിരിക്കുന്നത് ഇവിടെ അറിയാത്തവരൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ആൾ ചെറുപ്പക്കാരുണ്ട്. കാശ് കൊടുക്കണ്ടല്ലോ, എനിക്ക് ഫ്രീ ആയിട്ട് ഇത്രയും, അത് 21 മിനിറ്റ് കൊണ്ട് 7 ഇനങ്ങളിലാണ് പരിശീലനം. വളരെ പെട്ടെന്ന് പരിശീലനം നടക്കുമല്ലോ, എനിക്ക് പഠിക്കാൻ പോയ ഓഫീസിൽ പോകുന്ന ഒരാളിനെ ഇത് ചെയ്യാം എന്ന് പലരും കരുതും. അപ്പോൾ എന്താണെങ്കിലും ഇതേക്കുറിച്ച് ഒരു അന്വേഷണം നടത്തുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. അതല്ലെങ്കിൽ ആ സംഘടന തന്നെ മുൻനിർത്തി അവരുടെ എന്താണ് അവരുടെ കാര്യങ്ങളെക്കുറിച്ച് ആ ദുരൂഹത മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമസ്കാരം. പോരെ.